ഹേ ഗൈസ്, സോ വെൽക്കം ബാക്ക് ടു ടോപ്പിയൻസ്. സോ ഇന്നത്തെ നമ്മുടെ യാത്ര പൂനെയിലെ നാഷണൽ വാർ മെമ്മോറിയലിലോട്ടാണ്. പൂനെയിലെ ഗോർപടി എന്ന സ്ഥലത്താണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത്. 1998 ഓഗസ്റ്റ് 15 നാഷണൽ വാർ മെമ്മോറിയൽ പബ്ലിക്കിന് വേണ്ടി ഓപ്പൺ ആയത്. ഇവിടുത്തെ സദേൺ കമാൻഡ് മ്യൂസിയം സ്റ്റാർട്ട് ചെയ്തത് 2013 ഇവിടുത്തെ എൻട്രി ടിക്കറ്റ് റേറ്റ് വരുന്നത് 20 രൂപയാണ്. ആധാർ കാർഡോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോട്ടോ ID കാർഡ് വേണം അകത്തോട്ട് പ്രവേശിക്കാൻ. ഈ നാഷണൽ വാർ മെമ്മോറിയലിന് മെയിനായിട്ട് 4 സെക്ഷനുകളാണ്. ഇത് ഈ കാണുന്നതാണ് സദേൺ കമാൻഡ് മ്യൂസിയം. ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്കൊരു ലോങ് കോറിഡോർ കാണാൻ സാധിക്കും. ഇമ്പോർട്ടൻറ്റ് ഇന്ത്യൻ ആർമിയുടെ ഫ്ലാഗ്സും അതിൻ്റെ റെസ്പെക്റ്റീവ് റെജിമെൻറ്റ്സും നമുക്ക് ഈ കോറിഡോറിൽ കാണാം. സദേൺ കമാൻഡ് അണ്ടറിൽ വരുന്ന റെജിമെൻറ്റ്സിൻ്റെയും ബ്രിഗേഡ്സിൻ്റെയും പറ്റിയുള്ള ഒരു ഇൻസൈറ്റ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കും. മ്യൂസിയത്തിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ തന്നെ ഇന്ത്യൻ ആർമി, നേവി ആൻഡ് എയർഫോഴ്സ് ഇതിനെല്ലാം പലതരം യൂണിഫോംസ് നമുക്ക് കാണാൻ സാധിക്കും. ആർമി ക്യാപ്ചർ ചെയ്ത LTTയുടെ ഒരു ഫ്ലാഗും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഹിസ്റ്റോറിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല ഇവൻറ്റ്സ്, വാർസ് എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസും എവിഡൻസും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. മ്യൂസിയത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന മറ്റ് കാര്യങ്ങളാണ് മിലിറ്ററി ഓപ്പറേഷൻസ് ആൻഡ് അതർ ക്യാമ്പയിൻസിൻ്റെ ഡോക്യുമെൻറ്റ്സ്, മാപ്സ്, പിന്നെ ഫോട്ടോഗ്രാഫ്സ് വിച്ച് വാസ് ലെഡ് ബൈ സദേൺ കമാൻഡ്. സദേൺ കമാൻഡ് യൂസ് ചെയ്ത വെപ്പൺസിൻ്റെ ഒരു കംപ്ലീറ്റ് ഡിസ്പ്ലേ നമുക്കിവിടെ കാണാൻ സാധിക്കും. ലൈറ്റ് മെഷീൻ ഗൺസ്, ഓട്ടോമാറ്റിക് റൈഫിൾസ്, മോർട്ടാർസ് ആൻഡ് അതർ കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെൻറ്റ്സ്. അതുപോലെ തന്നെ എനിമീസിൽ നിന്ന് ക്യാപ്ചർ ചെയ്ത വെപ്പൺസ്, ഫ്ലാഗ്സ് അതും ഇവിടെയുണ്ട്. ദിസ് ഈസ് ആക്ച്വലി ഫോർ ഷോകാസ്റ്റിംഗ് ദ വിക്ടറീസ് ഓഫ് ഇന്ത്യൻ ഫോഴ്സസ്. ഇതിനകത്ത് ഒരു ലോങ് ഫോട്ടോ ഗാലറി നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ മെയിനായിട്ട് കാണിക്കുന്നത് കലാമിറ്റീസിലും പിന്നെ മറ്റ് റൈറ്റ്സ് ഹാൻഡിൽ ചെയ്യുന്നതിലും സദേൺ കമാൻഡിൻ്റെ റോൾ എന്താണെന്നുള്ളതാണ്. അതിൻ്റെ ഇമേജസാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ തന്നെ സദേൺ കമാൻഡിൻ്റെ ഭാഗമായ ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റീസിൻ്റെ ഒരു ഫോട്ടോ സെക്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സോൾജേഴ്സ് കൊടുക്കുന്ന ബ്രേവറീസ് ആൻഡ് സർവീസ് അവാർഡ്സിൻ്റെയും ഒരു ഗാലറി ഇവിടെയുണ്ട്. മ്യൂസിയം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് ഇവിടുത്തെ മ്യൂണീഷൻ ഗാലറിക്കാണ്. അഗ്നിവി, നാഗ്, പൃഥ്വി എന്നീ ഇൻഡിജിനസ് മിസൈൽസും ഇവിടെ നമുക്ക് കാണാം.
ഈ ഒരു ഏരിയ ഒരു ഓപ്പൺ മ്യൂസിയമാണ്. ഇവിടെ നമുക്ക് സ്മോൾ ആംസ്, ഓട്ടോമാറ്റിക് വെപ്പൺസ്, ഹെവി വെപ്പൺസ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് കാണാൻ സാധിക്കും. ഒരുപാട് ആർട്ടിലറീസും എക്സ്പ്ലോസീവ്സും എല്ലാം നമുക്ക് ഈ ഒരു ഏരിയയിൽ കാണാൻ സാധിക്കും. ഷെൽസ്, ബുള്ളറ്റ്, ഗ്രനേഡ്സ്, മൈൻസ് എന്നീ ഓരോ ഐറ്റംസിനും സെപ്പറേറ്റും ഗാലക്സിയും ഇവിടെയുണ്ട്. ഈ വെപ്പൺസിൻ്റെ എല്ലാം സയൻസും മെക്കാനിസം എല്ലാം നല്ല രീതിയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സ്റ്റുഡൻസിനും അതുപോലെ തന്നെ എന്തൂസിയാസ്റ്റിനുമെല്ലാം ഒരു നല്ല ലേണിംഗ് എക്സ്പീരിയൻസ് തന്നെയാണിത്. അടുത്ത സെക്ഷൻ പെയിൻറ്റ് ബോൾ ഗൺ റേഞ്ച് ആണ്. നമ്മുടെ ഷൂട്ടിംഗ് സ്കിൽസ് എല്ലാം പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ ഏരിയയാണിത്. 50 രൂപയാണ് ഇവിടുത്തെ ചാർജ്. അതിൽ 10 പെയിൻറ്റ് ബോൾ പെല്ലറ്റ്സ് നമുക്ക് കിട്ടും. നല്ലൊരു ഫണ്ണ് പരിപാടിയാണ്. ഇവിടുത്തെ അടുത്ത 2 സ്പോട്ട്സും ഗാലറീസാണ്. അതിൽ ഫസ്റ്റ് ഗാലറി ഇന്ത്യൻ പ്രോമിനൻ്റ് എംപറേഴ്സും അവരുടെ ഇമ്പോർട്ടൻറ്റ് വാർസിനെയും പറ്റിയിട്ടാണ്. ടിപ്പു സുൽത്താൻ, ഹൈദരാലി, രാജരാജ ചോളൻ, കൃഷ്ണദേവരായ എന്നീ എംപറേഴ്സിൻ്റെ യുദ്ധങ്ങളും അവരുടെ ഡീറ്റെയിൽസും ഫസ്റ്റ് ഗാലറിയിൽ നമുക്ക് കാണാൻ സാധിക്കും. സെക്കൻഡ് സ്പോട്ട് മറാത്ത രാജാക്കന്മാരെ പറ്റിയിട്ടാണ്. ഇവിടെ മെയിനായിട്ടുള്ളത് ഛത്രപതി ശിവജീനെ പറ്റിയിട്ടുള്ളതാണ്. പുള്ളി നടത്തിയിട്ട യുദ്ധങ്ങളും പുള്ളിയുടെ ഓരോ കാലഘട്ടങ്ങളും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ അവസാനമായി ഞങ്ങൾ പോയത് ഇവിടെ ആർട്ടിലറി സെക്ഷനിലോട്ടാണ്. വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇങ്ങോട്ട് കയറുമ്പോൾ നമ്മൾ കണ്ട ടാങ്ക്സ് ആണ് ഈ ഒരു സെക്ഷനിലുള്ളത്. ഇൻഡോ പാക് വാർ യൂസ് ചെയ്ത ടാങ്ക്സ് ആണ് ഇവിടെ മെയിൻ. 1971 ഇൻഡോ പാക് വാറിൽ യൂസ് ചെയ്ത T-55 സോവിയറ്റ് മെയ്ഡ് ടാങ്ക് ഇവിടെ നമുക്ക് കാണാം. ഇന്ത്യൻ വാർ ഹിസ്റ്ററിയിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ആൻഡ് മോസ്റ്റ് യൂസ്ഡ് ടാങ്കാണ്. അതിനോടൊപ്പം തന്നെ T-72, അർജുൻ MBT എന്നീ ടാങ്കുകൾ നമുക്കിവിടെ കാണാം. ഈ കാണുന്ന ഐറ്റമാണ് M48 പാറ്റൺ ടാങ്ക്. 1971 ഇൻഡോ പാക് വാറിൽ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ യൂസ് ചെയ്ത ടാങ്കാണിത്. ഇതൊരു US മെയ്ഡ് ടാങ്കാണ്. ദിസ് പ്ലേസ് ഈസ് ഹൈലി റെക്കമെൻഡഡ് ടു ദോസ് ഹു ആർ വെരി മച്ച് enthusiastic about Indian forces.